കൊമ്പ എന്തോ ഇതെന്താ മുട്ട കളറായി നിക്കുന്നേ? അല്ലേ? ആണോ? ഇന്നൊരു പൊളി വിളിച്ചാലോ? പിന്നെ അല്ല. എല്ലാവർക്കും നമ്മുടെ വീഡിയോസിന്റെ പുതിയൊരു വ്ളോഗിലോട് സ്വാഗതം. ഇപ്പൊ നമ്മള് സ്റ്റാർട്ടിങ് തന്നെ കണ്ടല്ലോ, ഫുള്ള് മുട്ടൊക്കെ കളർ അടിച്ച് നിൽക്കുന്നുണ്ട്. എന്താണ് കളർ സംഭവം? ഈസ്റ്റർ മുട്ട കളർ ചെയ്താ. ഗൈസ്, അപ്പൊ നമ്മൾ ഈസ്റ്റർ സ്പെഷ്യൽ ആയിട്ട് ഒരു ചെറിയൊരു പരിപാടി നമ്മുടെ ബുക്ക് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. എന്താ സംഭവം എന്താ പറ? ഈസ്റ്റർ എഗ് ഹണ്ട്. ഗൈസ്, ഈസ്റ്റർ എഗ് ഹണ്ട് ആണ് നമ്മൾ ബൂട്ട് ക്യാമ്പിൽ നടത്താൻ വേണ്ടി പോകുന്നത്. അപ്പൊ നമ്മൾ എപ്പോഴും നമ്മുടെ ചാലഞ്ചിലുള്ള രണ്ട് ടീമാണ്. ഒന്ന് ടീം കള്ളൻ ആൻഡ് അവർ രണ്ട് ടീമായിട്ടാണ് ചാലഞ്ച് നടക്കുന്നത്. സോ അതുപോലെ തന്നെ ഇവിടെ മുട്ട കളറൊക്കെ അടിച്ച് ഫുള്ള് നമ്മൾ ഡോമാണ് ഇതെല്ലാം സെറ്റ് ആക്കിയല്ലേ. മുട്ട കളർ അടിക്കുന്നതും സാധനങ്ങൾ അടിക്കാൻ പോകുന്ന വീഡിയോ ഉണ്ട്. എല്ലാരും ഉണ്ട്. ഗൈസ്, അപ്പൊ എല്ലാരും കൂടി അത്ര കളർ അടിച്ചത്. അപ്പൊ നിങ്ങൾ എന്തായാലും ആ ക്ലിപ്പ് ഇട്ടിട്ട് അപ്പൊ ഇവിടെ ചെറിയൊരു പരിപാടി ഉണ്ട്. ഓക്കെ, അങ്ങനെ നമ്മള് എഗ് ഇവിടെ കളർ ചെയ്യാൻ പോണ എല്ലാവരും ഉണ്ട്. കളർ ചെയ്യാനൊക്കെ അറിയാം. അതെന്താ അറിയാത്ത അതിനല്ല ഇയാൾ ഇരിക്കുന്നത്, ഇയാള് പഠിപ്പിച്ചു തരും. അപ്പൊ നമുക്ക് നേരെ കളർ ചെയ്യാം. ഗായ്സ്, അങ്ങനെ എല്ലാവരും വരച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഡേ കഴിഞ്ഞില്ലേ? വെയിലിട് അല്ല ഗൈസ്, നിക്ക് അവരവര് വരച്ചെടുത്ത് കാണിക്കും. നോക്കട്ടെ, കൊമ്പ വരച്ച് നോക്കട്ടെ. അതവിടെ വെക്കും കൊമ്പ. അത് ഡോം വരച്ചത് കൊമ്പ ഗൈസ്. എല്ലാ കളറും എടുത്ത് അടിച്ച് കൊമ്പ വരച്ചൊരു സാധനം ഉണ്ട്, ഞാൻ കാണിച്ചുതരാം. അവിടെ ഗൈസ്, ഇത് ഡിസൈനിലൊക്കെ പക്കപ്പെട്ട സാധനമാണ്. നോക്ക്, അതേ ഞാൻ ആമീസ് വരച്ചാണ് ചെടി. ആമീസ് രണ്ടെണ്ണം. ഇത് എന്ത് ചെയ്തിരിക്കുന്ന സണ്ണ രണ്ടെണ്ണം FFK. ഓ നോക്കട്ടെ, അത് കൊള്ളാം. അത് കൊള്ളാം. വേറൊരു സാധനം ഉണ്ട് ഇനി ഡോമ കാണിച്ചാടാ. ഓ, ഒരു മുട്ടയിൽ കാണിച്ചു വെച്ചിരിക്കുന്നുണ്ടാ. അത് കൊള്ളാട്ടാ. ഇനി ഭാസ്കർ എന്ത് കൂടോത്ര ഇത് തൊട്ട തല പൊട്ടുന്നു. ഇത് എന്തിനാണ്? ഇത് ഈസ്റ്റർ എഗ്ഗാണ്, കൂടോത്രല്ല. പോയിട്ട് ആ റാഷിക് ടിവിയുടെ റൂമിൽ കുടിച്ചിട്ട് ഇനി എന്തൊരു പരിപാടി? ഇനിയപ്പ അവന്മാരെയും കൂടി ഒളിപ്പിച്ച് കണ്ടുപിടിക്കുന്ന ടീമിന് ചോക്ലേറ്റ് നിറച്ച ഈസ്റ്റർ എഗ് ഉണ്ട്. ഗൈസ്, അപ്പൊ എന്തായാലും നമുക്ക് ഇനി ആ പരിപാടികളിലോട്ട് ഇറങ്ങാം. സോ ഗൈസ്, അപ്പോ നിങ്ങൾ വീഡിയോ കണ്ടല്ലോ മുട്ട കളർ അടിച്ചതിന്റെ. അപ്പൊ ഇത് ഒളിപ്പിക്കാൻ വേണ്ടി പോകുന്നത് നമ്മുടെ ഡോമും അതുപോലെ തന്നെ നമ്മുടെ ആമീഷാണ്. ആമിഷല്ലേ? ഓക്കെ. ഓ, ഇത് രണ്ട് വീട്ടിലായിട്ടാണ് ഒളിപ്പിക്കുന്നത് കേട്ടോ. രണ്ട് വീട്ടില് ഒന്ന് നമ്മളെ ഇക്കടെ വീട്ടിൽ ഒന്ന് ഇവിടെ ഒളിപ്പിക്കുന്നുണ്ട്. ഏറ്റവും കൂടുതൽ എഗ് എടുക്കുന്നവർക്ക് ഒരു കിഡിലെ സാധനമുണ്ട്. ഓക്കെ ഗൈസ്, അപ്പൊ ഒളിപ്പിച്ച് വെക്കുന്ന ആരൊക്കെയാണ്? ഡോമാണ് ഗൈസ് ഒളിപ്പിച്ച് വെക്കുന്നത്. അപ്പൊ ആമീസ് ആരുടെ ടീമിലാ? അപ്പൊ നമ്മുടെ ഡോം ഇതൊക്കെ ഒന്ന് ഒളിപ്പിച്ച് സെറ്റ് ആക്കുക. അപ്പൊ നമ്മളിവിടെ ഇരിക്കാം, ഒളിപ്പിച്ചിട്ട് പാട്ടോ. ഓക്കെ, അപ്പൊ എന്നിട്ട് ഞങ്ങള് അയ്യോ അപ്പൊ ഡോം ഒളിപ്പിച്ചേക്കും. അപ്പൊ ഞങ്ങൾ ഇവിടെ ഇരിക്കാം, എന്നിട്ട് ഞങ്ങൾ എല്ലാം കണ്ടുപിടിക്കും. നിയമം എന്ന് പറഞ്ഞത് നിയമം ഹൗസില് മലയാളം എന്താ? വീട് ഒളിപ്പിച്ചേക്കും. എന്നിട്ട് രണ്ട് ടീമും കൂടി അന്വേഷണം നടത്തണം ഒരുമിച്ച്. അതിൽ ഏറ്റവും കൂടുതൽ മുട്ട ഏത് ടീമാണോ കണ്ടുപിടിച്ചിരിക്കുന്ന ടൈം ഉണ്ട്, 15 മിനിറ്റ് ഉണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ മുട്ട ഏത് ടീമാണോ കണ്ടുപിടിച്ചിരിക്കുന്ന ടൈം കഴിയുമ്പോ അവരാണ് ജയിക്കുക. അവർക്കൊരു സ്പെഷ്യൽ പ്രൈസ് ഉണ്ട് എന്നാണ് ഇക്ക പറഞ്ഞത്. ഗൈസ്, അപ്പൊ 15 മിനിറ്റ് ആണ് ഒരു ടീമിനുള്ളത്. റെഡി അല്ലേ? അപ്പൊ ഗൈസ്, നമ്മുടെ ഇപ്രാവശ്യം ഈസ്റ്റർ നമുക്ക് ഇങ്ങനെ വിളിക്കാം. അപ്പൊ ശരി ഗൈസ്. മുട്ടയുണ്ട് 11 മുട്ട. ആദ്യം നമ്മള് സ്ട്രീം ഹൗസിലാണ് ഒളിപ്പിക്കാൻ പോകുന്നത്. ഒരു വൈറ്റ് സാധനം എടുത്തു. അവിടെ ഒരെണ്ണം ശ്രദ്ധിക്കില്ല. ഇവിടെ വേണ്ട. ഗോൾഡ് പ്ലേ ഇവിടെ വെയിറ്റ് ചെയ്യും. അത് ക്യാമറ വെക്കുന്ന ബോക്സ് അല്ലേ? കൂടോത്രത്തിന് മുട്ട. കൂടെ ലുട്ടാപ്പി, കൂടോത്രം, തല പൊട്ടും. ഇത് തൊട്ടാ തല പൊട്ടും. ഓക്കെ സെറ്റ്.
1 2 റാഷിക്കിൻ്റെ PC-യുടെ അകത്ത് 3 ക്യാമറ ബോക്സ് 4 താഴെ 2 ഓക്കെ 2 4 ഇനി എത്ര ഉണ്ട് 5 ഇത് നീ അപ്പുറത്തോണ്ട് വിളിപ്പിച്ചോ ഓക്കെ ഉപ്പും മുട്ടയിലിരുന്ന വല്ല ശാസ്ത്രപരമായിട്ടുള്ള മാറ്റങ്ങളുണ്ടാവും അത് എമ്മൂന്റെ മുട്ടയാ എമ്മൂന്റെ മുട്ട സെറ്റ് മുട്ടയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയവരുണ്ട് ഇത് ഞാൻ എൻ്റെ പോക്കറ്റിൽ കുറച്ച് കഴിയുമ്പോൾ ഷൂയില്ല ഓക്കെ ഗായ്സ്, അപ്പോൾ നമ്മുടെ മുട്ടിയും കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കി വെച്ചല്ലോ ഓക്കെ, ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്, ലൈക്കോടെ ഉണ്ട്, ഫുൾ നേതൃത്വം നൽകിയിട്ടുണ്ട് ഗായ്സ്. അപ്പോൾ നമ്മൾ ടീംസ് എല്ലാം റെഡി അല്ലേ? സെറ്റല്ലേ? എന്നാ നമുക്ക് തുടങ്ങിയാലോ? ഓക്കെ ഗായ്സ്, അപ്പോൾ നമുക്ക് നമ്മുടെ ഹണ്ട് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ കല്ലോ റെഡി അല്ലേ? ഓടിക്കോ. അയ്യോ ചലക്കാതെ തപ്പണം. കസാര പൊട്ടി പോടാ. ടോപ്പിലൊക്കെ ഇവിടൊക്കെ ചാൻസ് കുറവൊന്നുമില്ല. എടാ നമ്മുടെ ടീമിനെ കള്ള വായ അവിടെ ഇല്ല. എടാ സോഫ നിക്ക്. അയ്യോ സോഫ നിക്കണ്ടായിരുന്നു. അയ്യോ വേസ്റ്റ് ഇല്ലല്ലോ. കൊമ്മൻ റൂമിൽ എന്തായാലും ഉണ്ടോ? അമിസ തപ്പ്. ഒരു റൂമിൽ ഒരുമിച്ച് സെപ്പറേറ്റ് ആവരുത്, സ്പ്ലിറ്റ് ആവരുത്. അമിസിങ് എടാ നിക്ക് നോക്കട്ടെ, സിമ്പിൾ ആയിട്ട് വെക്കാനേ ചാൻസ് ഉള്ളൂ. മുട്ട പൊട്ടി പോകില്ല, അതുകൊണ്ട് അത് സിമ്പിൾ ആയിട്ട് വെക്കാൻ ചാൻസ് ഉള്ളൂ. അതുകൊണ്ട് ഇടുക്കിലൊന്നും വെക്കാൻ ചാൻസ് വളരെ കുറവാണെന്നാണ് എന്റെ വിശ്വാസം. നമ്മളിവിടെ തപ്പാണ് എന്ത് എടാ PC ഒക്കെ തുറന്നു വെച്ചാൽ ഇതിനുള്ളിൽ ഉണ്ടാവും. ബാത്റൂം ആ കിട്ടിയോ? നമുക്ക് വേറെ ഏകന്റെ റൂം ഉണ്ടോ? എന്തുണ്ട് അതിലെന്തുണ്ട്? തുറക്കട പൊട്ട വേഗം കണ്ണ തുറക്ക, അതിലെന്ത് കിലുങ്ങുണ്ട്. ഗൈസ്, അപ്പൊ നമ്മള് കള്ളന്റെ റൂമിൽ എത്തി. അപ്പൊ ഏക്കൻ റൂം നമുക്ക് ഒരെണ്ണം കിട്ടിയിരിക്കുന്നു ഗൈസ്. ഓക്കെ, എന്നാൽ എങ്ങനെ വരാൻ വഴിയില്ല. ഉണ്ടോ കാര്യം? പറയാൻ പറ്റില്ല. ഇവിടുന്ന് വിട്ടാലോ? ബൂട്ട് ക്യാമ്പിൽ 3 ഗായ്സ്. നമ്മുടെ ഈ ഒരു ബൂട്ട് ക്യാമ്പിൽ 3 ഉണ്ട് എന്ന് പറയുന്നത് അവർക്ക് ഒരെണ്ണം കിട്ടി വന്നിട്ടുണ്ട്. എടാ ഇതിൽ കുറെ കളർ ബോൾ ഗായ്സ്, നമ്മുടെ വീട്ടോക്സിന്റെ സാധനങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുള്ളത്. ഏന്ന് പറഞ്ഞപ്പോ ഒരുത്തർ ഓടി വന്നേക്കുന്നു. അല്ലല്ല വെറുതെ സൗണ്ട് ആക്കണ. വെറുതെ ഉണ്ടാക്കിയല്ലേ? പിടിച്ചു ഈ ബാത്റൂം കുട്ടീനെ നട്ടിപ്പറിക്കാൻ നോക്കുന്നടാ, കുട്ടീനെ നട്ടിപ്പറിക്കാൻ നോക്കുന്ന. ഗായ്സ്, അപ്പൊ കൊമ്പന്റെ ടീം 3 മുട്ട, അതിന്റെ കള്ളൻ ടീം 2 മുട്ട എടുത്തിട്ടുണ്ട്. അപ്പൊ ഇവിടുത്തെ 5 മുട്ട തീർന്നുണ്ട്. ഇനി നമ്മൾ അപ്പുറത്താണ് എടുക്കാൻ വേണ്ടി പോകുന്നത്. റെഡി അല്ലേ? അപ്പിക്കോ. എടാ ടാങ്കിനുള്ളിൽ ഇല്ല, ടാങ്കിലില്ല. ടാങ്ക് കളഞ്ഞു. ഇതാ കിട്ടി. ട്രെയിൻ കിട്ടി. കിട്ടി. അടുത്ത നമ്മുടെ എന്റെ പോലെ. എടാ ഒരു റൂമിൽ ഒന്നേ ഉള്ള കൺഫേമാ?
എന്താ അറിയാം തുറന്നു തൊട്ടാണ് തല പൊട്ടുന്നത്. അയ്യോ അമീസിന്റെ തല പോയി. അയ്യോ എടുത്തു ഗായ്സ്. അപ്പൊ നമുക്ക് 3. അതല്ല ഈ വീട്ടിൽ എത്ര ഉണ്ട്? മോനെ പ്ലേ ബട്ടൺ ബാക്കിൽ തുറക്കണ വാസ്കിന് എടുക്കാം. കള്ള ഒരെണ്ണം കൂടെ ഇനി ഡ്രോ ആവും. ടോട്ടൽ എണ്ണം 5-5 നിൽക്കുവാണ്. ഇനി ഒരു മുട്ടയും കൂടെ ഉള്ളു, ഒരെണ്ണം കൂടെ ഉള്ളു. കണ്ടുപിടിക്കുന്ന ആരാണോ അവര് ജയിക്കും. അതിന്റെ ഇടയില് കുട്ടിയുടെ ബിസ്ക്കറ്റ് തിന്നിയ നാളുണ്ട്. കള്ള താഴെയാണോ? താഴെ ഉറപ്പാണോ? ഈ ഫ്ലോറിലാ? എന്താണ് കൊമ്പ വേർത്ത് പോയോ? അച്ഛോ പാവടാ. അയ്യോ അല്ല നമ്മള് കഴിക്കുന്നില്ല ഇപ്പൊ. ആണോ നമ്മളൊന്ന് ആലോചിക്കട്ടെ. അതന്നെ. ഇപ്പൊ നമ്മുടെ എക്ക നമുക്ക് വേണ്ടിട്ട് പ്രൈസ് റെഡി ആക്കിണ്ടല്ലേ? ജയിച്ച ടീം കണ്ടോ? മാറി ജയിച്ച ടീം അതോടെ കയറിക്കാം. അത് അങ്ങനെ തന്നെയാണ്, അത് അങ്ങനെ തന്നെ കൊടുക്കുള്ളൂ. സുപ്രീം ബേക്കേഴ്സിന്റെ സുപ്രീം ബേക്കേഴ്സിന്റെ വാങ്ങിയതാണ്. ഇതിനകത്ത് ചോക്ലേറ്റ് ഫില്ലിംഗ് ആണ്. എന്റെ മോനെ അടി കയ്യ മാറ്റിക്കോ. തോടും കഴിക്കാൻ പറ്റും. അല്ല ഇതെന്താ നീ എന്തിനാ പ്ലേറ്റ് എടുക്കുന്നത്? പ്ലേറ്റ് വാങ്ങ്. തോറ്റ ടീം അങ്ങ് മാറുന്ന തോറ്റ ടീം സ്പൂൺ വാങ്ങിക്കാം. അറിയാടാ ഇക്ക കഴിക്കാൻ അറിയാടാ. എന്റെ മോനെ അല്ല ഇത് ബെസ്റ്റ് പ്ലെയറിന്, അത് ടോട്ടൽ ടീമിന്. തോറ്റു മൊട്ടിട്ട് അയ്യോ കെട്ടി നോക്കി ചത്തോല്. അയ്യോ അടി. ഓ നൈസ് അല്ലേ? എങ്ങട്ടാ പൈസ? അടി കിട്ടും. എനിക്ക് കള്ളനെ നോമ്പാണ്, അതുകൊണ്ട് നമ്മളിപ്പോ കഴിക്കുന്നില്ല. അല്ലടാ കള്ള, നമുക്ക് നോമ്പ് പറഞ്ഞിട്ട് കഴിക്കാം. സോ ഗൈസ്, അപ്പൊ നമ്മുടെ ഈസ്റ്റർ എഗ് ഹണ്ടും കാര്യങ്ങളൊക്കെ എല്ലാം കേട്ടിട്ടുണ്ട്. അപ്പൊ പ്രൈസും കാര്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ട്. സോ അപ്പൊ നമ്മുടെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാനുള്ള ഒരു കാര്യം ചോദിക്കാണ്ട് ഗൈസ്. അപ്പൊ നിങ്ങൾ എല്ലാവരും ഈസ്റ്റർ ഒക്കെ എന്താ പറയാ അടിച്ചു പൊളിച്ചു എന്നൊക്കെ വിചാരിക്കുന്നു. എങ്ങനെയാണ് ആഘോഷിച്ചത് എന്നുള്ളത് എന്തായാലും കമന്റ് ചെയ്യാം അല്ലെ? കമന്റ് ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസിന്റെ പേജ് മെൻഷൻ വെക്കുക. എന്തെങ്കിലും ഉണ്ടെങ്കിൽ സ്റ്റോറീസും കാര്യങ്ങളൊക്കെ ഈസ്റ്ററിന്റെ നമ്മൾ ഒരു മെൻഷൻ വെക്കുന്നതായിരിക്കും. ആൻഡ് അതുപോലെ തന്നെ പിന്നെന്താ പറയാന്, പിന്നെ ചൂടൊക്കെ കൂടി വരുന്ന ആരും ഇങ്ങനെ ചാർജിൽ ഫോണിട്ട് യൂസ് ചെയ്യരുത്. അതെ അതെ നമുക്ക് പറയാം. അതെ അല്ല ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ നിങ്ങൾ നമ്മുടെ വീഡിയോ കാണുന്നവരാണ്, പക്ഷെ അങ്ങനെ സീനാണ് ചൂടത്ത്. അതിന് നല്ല ചൂട് കയറി നിൽക്കുകയാണ്. അപ്പൊ ഫോണൊക്കെ ഉപയോഗിക്കുമ്പോ നോക്കി ഉപയോഗിക്കാം.
അതാരാ ആരാ പറ അയ്യോ കൊമ്പനാണ്. എന്തായാലും ആമീസ് പറഞ്ഞ പോലെ അതുപോലെ ആരും ചെയ്യരുത്. എന്തായാലും guys, അപ്പൊ നമ്മുടെ ഇന്നത്തെ ഒരു വ്ലോഗ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക,